ഹലോ ഗൈസ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഹൗ ടു ക്രാക്ക് ബിഗ് ടെക് കമ്പനീസ്. എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ബിഗ് ടെക് കമ്പനീസ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആണ്, സർവീസ് ബേസ്ഡ് കമ്പനീസ് അല്ല. സർവീസ് ബേസ്ഡ് കമ്പനീസ് നമുക്ക് കുറച്ചും കൂടെ ഈസിയാണ് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിനെ കാട്ടി ക്രാക്ക് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആണ് ഇത്തിരി ടഫ് ആയിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സും പേയും എല്ലാം കിട്ടുന്നത് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിലാണ്. പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി. സോ നിങ്ങൾ ചോദിക്കും ഏതൊക്കെ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആണുള്ളതാണ്. ഗൂഗിൾ, ഒബ്വിയസ്ലി നമ്പർ 1 ഗൂഗിൾ. നമ്പർ 1 ഗൂഗിൾ, ദെൻ ആമസോൺ, ദെൻ മൈക്രോസോഫ്റ്റ്, ദെൻ നെറ്റ്ഫ്ലിക്സ്, പണ്ടത്തെ നമ്മുടെ ഫേസ്ബുക്ക്, ഇപ്പൊ മെറ്റ, ദെൻ ആപ്പിൾ. ഇതിനെയാണ് ഈ ആൾക്കാര് മാങ് എന്ന് വിളിക്കുന്നത്. മെറ്റ, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ. സോ ഗൈസ്, എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ക്രാക്ക് ചെയ്യാം? അതാണ് നമ്മുടെ മെയിൻ ചോദ്യം, അല്ലേ? സോ ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി DSA. നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കൻഡ് വൺ സിസ്റ്റം ഡിസൈൻ, and the third one is personal project, or if you are an experienced person, company project will also work. Fourth one, resumeയും വലിയൊരു ഘടകമാണ്. And the fifth one is LinkedIn or any job platform. Okay. So first one, നമുക്ക് DSA നിന്ന് തുടങ്ങാം. എന്തൊക്കെ നിങ്ങൾ DSA പഠിക്കണം, എന്താണ് DSA? സോ DSA ആണ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയോ ഏതൊരു നല്ല കമ്പനിയോ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എങ്ങനെ പോയാലും ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 റൗണ്ട് DSA കൺഫേം ആയിട്ട് കാണും. അറ്റ്ലീസ്റ്റ് ഒരു 2 റൗണ്ട് DSA എങ്ങനെ പോയാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണും. ഒരെണ്ണം ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അടുത്തതിലോട്ട് പോകാൻ പറ്റൂ. ഇത് രണ്ടും ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു തേർഡ് മാനേജറൽ റൗണ്ടോ ഒരു ടെക്നിക്കൽ റൗണ്ടോ കിട്ടത്തുള്ളൂ. ഇത് രണ്ടും ഒരു അറ്റ്ലീസ്റ്റ് 2 കാണാനാണ് ചാൻസ്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ റിക്വയർമെന്റ്. ആ സമയത്ത് അവരുടെ റിക്വയർമെന്റോ അവർ എങ്ങനെയാണ് ഹയർ ചെയ്യുന്നുള്ള രീതിയും വെച്ചിരിക്കും. സോ ഗൈസ്, അപ്പോൾ എന്താണ് DSA, അല്ലെ? എന്താണ് ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം? സോ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇതിനെ രണ്ടായിട്ട് തിരിക്കാം. DSA, ഡേറ്റാ സ്ട്രക്ചർ, പിന്നെ അൽഗോരിതം. ഓക്കെ, ഇതിൽ ഈ ഡേറ്റാ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ ഓർഗനൈസ് ചെയ്യാനുള്ള രീതികളാണ്. നിങ്ങൾക്ക് എങ്ങനെ ഡേറ്റ ഓർഗനൈസ് ചെയ്യാം, നിങ്ങൾ ഏത് സ്ട്രക്ചർ യൂസ് ചെയ്ത് ഡേറ്റ ഓർഗനൈസ് ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മൾ കോഡിങ്ങിൽ വരുമ്പം നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക് ലിസ്റ്റ്, ട്രീ, അങ്ങനെ പല പല ഡേറ്റ സ്ട്രക്ചേഴ്സ് നമ്മുടെ കോഡിംഗ് ലാംഗ്വേജിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഈ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് ഡേറ്റ എടുക്കേണ്ട രീതി, ഹൗ വി ക്യാൻ റിട്രീവ് ഡേറ്റ ഫ്രം ദിസ് ഡേറ്റ സ്ട്രക്ചർ. സപ്പോസ് ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, ലിസ്റ്റിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വാല്യൂ സെർച്ച് ചെയ്യണം. അതിന് നമുക്ക് 2 സെർച്ചിങ് അൽഗോരിതം ഉണ്ട്. ഒന്ന് പറയുമ്പോഴത്തേക്കും ലീനിയർ സെർച്ച്, 2 ബൈനറി സെർച്ച്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് സോർട്ട് ചെയ്യണം. ഇതിപ്പം എനിക്ക് 2, 1, 3, 5, 4 ഇങ്ങനെ കിടക്കുന്നതിനെ നമുക്ക് സോർട്ട് ചെയ്ത് 1, 2, 3, 4, 5 ആക്കണം. അതിന് ഏത് അൽഗോരിതം നമ്മൾ ചൂസ് ചെയ്യും? നമുക്ക് ഡിഫറെന്റ് സോർട്ടിങ് അൽഗോരിതംസ് ഉണ്ട്. ബബിൾ സോർട്ട്, ഇൻസേർഷൻ സോർട്ട്, മെർജ് സോർട്ട്, അങ്ങനെ ഇതുപോലെ ഓരോ ഇതിനും പല പല അൽഗോരിതം ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അൽഗോരിതം അറിയാതെ നമ്മൾ കോഡ് എഴുതുവാണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. നമ്മുടെ ലോജിക്ക് വെച്ച് ബിൽഡ് ചെയ്യും, പക്ഷേ നമുക്ക് ഈ അൽഗോരിതം കൂടി അറിയാമെങ്കിൽ നമ്മൾ എഴുതുന്ന കോഡിന്റെ എഫിഷ്യൻസി ഭയങ്കര കൂടുതലായിരിക്കും. സോ നിങ്ങളുടെ കോഡിന്റെ ടൈം കോംപ്ലക്സിറ്റി നല്ല കുറവായിരിക്കും, സ്പേസ് കോംപ്ലക്സിറ്റി നല്ല കുറവായിരിക്കും, നിങ്ങളുടെ കോഡ് നല്ല സ്പീഡായിരിക്കും. സോ നിങ്ങളുടെ കോഡ് ഭയങ്കര എഫിഷ്യന്റ് ആയിരിക്കും നിങ്ങൾ ഈ ഡേറ്റാ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം പ്രോപ്പർലി യൂസ് ചെയ്താൽ. ഇതാണ് ഡേറ്റാ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതത്തിന്റെ മെയിൻ യൂസ്.
സോ നമ്മൾ ഇതിന്റെ ഓരോ ടോപ്പിക്കും അറേ, സ്ട്രിങ്, പിന്നെ ലിങ്ക് ലിസ്റ്റ്, ക്യൂ, സ്റ്റാക്ക്, ഇതെല്ലാം ഞങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓരോ പ്രോബ്ലംസ് ഇതിന്റെ ബേസിക്സ് എന്താണ്, ഇതിന്റെ ഓരോ പ്രോബ്ലംസും നമ്മൾ സോൾവ് ചെയ്തിടുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ വീഡിയോസ്. ആൻഡ് നിങ്ങളെ പഠിക്കാൻ ഡേറ്റ സക്സസ് ആൻഡ് അൽഗോരിതം ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഡേറ്റ സക്സസ് ആൻഡ് അൽഗോരിതം നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്, ഓർ നിങ്ങൾ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ, എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ലീഡ് കോഡ് ഓർ ഹാക്കർ റാങ്ക്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. അറ്റ്ലീസ്റ്റ് ട്രൈ ടു ഡു 1 പ്രോബ്ലം പെർ ഡേ. ഇതിലുള്ള ഏതെങ്കിലും ഒരു ചോദ്യങ്ങൾ തന്നെ ആയിരിക്കാം, ഇതിന്റെ ചോദ്യങ്ങൾ ട്വീക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഒട്ടുമിക്ക കമ്പനികൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക. സോ ഇത് നിങ്ങൾ നല്ലോണം എന്തു പറയാ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. സോ അടുത്തത് എന്താണ്? ഫസ്റ്റ് നമ്മൾ DSA പറഞ്ഞു, അടുത്തതാണ് സിസ്റ്റം ഡിസൈൻ. സോ ബേസിക്കലി ഈ സിസ്റ്റം ഡിസൈൻ ഇപ്പോൾ ഒരു ഫ്രഷറിന് ഇത് നല്ല എക്സ്പീരിയൻസ് ആയവർക്കാണ് കൂടുതൽ ആവശ്യം. ഒരു നോർമൽ ഫ്രഷറിനൊക്കെ സിസ്റ്റം ഡിസൈൻ ചോദിക്കുന്നത് വളരെ കുറവാണ്. ഈ സിസ്റ്റം ഡിസൈൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ലോ ലെവൽ ഡിസൈൻ, 2 ഹൈ ലെവൽ ഡിസൈൻ. ഈ ലോ ലെവൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കോഡ് എഴുതുന്നു, നിങ്ങളുടെ കോഡ് ക്ലീൻ കോഡാണോ, പിന്നെ കുറച്ച് ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ കോഡ് എഴുതുന്ന രീതി, നിങ്ങൾ എങ്ങനെ ക്ലാസ് ഡിക്ലെയർ ചെയ്യും, ക്ലാസ്, ഊപ്സ് കോൺസെപ്റ്റ്, ഇതെല്ലാം യൂസ് ചെയ്ത് നമ്മൾ എങ്ങനെ കോഡ് എഴുതുന്ന, നല്ല വൃത്തിയുള്ള ഒരു കോഡ് എഴുതുന്ന രീതിയാണ് മെയിൻലി ലോ ലെവൽ ഡിസൈൻ. ഓക്കെ, ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ആർക്കിടെക്ട് ലെവൽ, എന്തൊക്കെ കോമ്പോണൻസ് കൊണ്ടാണ് നിങ്ങളുടെ സിസ്റ്റം റൺ ആവുന്നത്, എന്തൊക്കെ വെച്ചാൽ നിങ്ങളുടെ സിസ്റ്റത്തിന് ലോഡ് ബാലൻസ് ചെയ്യാൻ പറ്റും, ഏത് ടൈപ്പ് ലോഡ് ബാലൻസർ വെച്ചാലായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിന് ഓവർ ലോഡ് വരുവാണെങ്കിൽ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാം, അങ്ങനത്തെ ബേസിക്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഹൈ ലെവൽ ഡിസൈനിൽ വരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ ഇത് മെയിൻലി എക്സ്പീരിയൻസ്ഡ് ആയുള്ളവർക്കായിരിക്കും കൂടുതൽ ആവശ്യം. ഫ്രഷേഴ്സിന് അങ്ങനെ ഇതിൽ നിന്ന് വലിയ ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ നോക്കി? ഫസ്റ്റ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്താണെന്ന് നോക്കി, പിന്നെ നമ്മൾ സിസ്റ്റം ഡിസൈൻ നോക്കി. ഇതിന്റെയൊക്കെ ജസ്റ്റ് ഒരു ഹൈ ലെവൽ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഹൈ ലെവൽ മാത്രം പറഞ്ഞു പോകുന്നത്. നമ്മൾ ഇതിന്റെ ഓരോന്നായിട്ട് ഞങ്ങൾ വീഡിയോ കവർ ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തത് മൂന്നാമത്തത് പ്രൊജക്ട്സ്. എക്സ്പീരിയൻസ് ആയുള്ളവർക്ക് അവരുടെ വർക്ക് പ്രോജക്റ്റ് ഹൈലൈറ്റ് ചെയ്യാം. ആൻഡ് എക്സ്പീരിയൻസ് അല്ലാത്തവർ ഒബ്വിയസ്ലി ഫ്രഷേഴ്സ് സ്വന്തമായിട്ട് പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യാൻ നോക്കുക. ഡിഫറെന്റ് പൈത്തൺ ഫ്രെയിംവർക്സ് ഉണ്ട്. ഇത് കേട്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ആദ്യമേ ഇതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് DSA ഒക്കെ പഠിച്ചൊന്ന് കോഡിങ്ങിൽ നിങ്ങൾ ഒന്ന് കോൺഫിഡന്റ് ആവുമ്പം ഡെവ് സൈഡിലോട്ട് ചിന്തിച്ചു തുടങ്ങിയാൽ മതി. സോ ഫാസ്റ്റ് API, ഫ്ലാസ്ക് API, ജാങ്കോ, ഇതിലിപ്പോ നിലവിൽ ടോപ്പായിട്ട് നിൽക്കുന്നത് ഫാസ്റ്റ് API ആണ്. സോ നിങ്ങൾക്ക് ബേസിക് ഒരു ബിഗിനറിന് പഠിക്കാൻ ഏറ്റവും എളുപ്പവും ഫാസ്റ്റ് API തന്നെയാണ്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊജക്ട് ബിൽഡ് ചെയ്ത് തുടങ്ങണം. അതൊരു ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണ്. കാര്യം നിങ്ങൾക്ക് ഒരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഷോക്കേസ് ചെയ്യണ്ടേ, നിങ്ങളൊരു ഇന്റർവ്യൂറിന്റെ അടുത്ത് പറയണ്ടേ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് നിങ്ങൾ അത് ഇന്നൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അത് ഗിറ്റബ് പോലത്തെ ഒരു സ്ഥലത്ത് നിങ്ങൾ പുഷ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പ്രൊജക്ട് ബിൽഡ് ചെയ്യണം, അല്ലാതെ പറ്റത്തില്ല. സോ ഞാനിപ്പോ എക്സാമ്പിൾ ആയിട്ട് പ്രൊജക്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്കൊരു ബേസിക് ലൈബ്രറി മാനേജ്മെന്റ് ഓർ നിങ്ങൾക്കൊരു ബേസിക് ലീവ് മാനേജ്മെന്റ് ആപ്പൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ലീവ് മാനേജ്മെന്റ് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിന്റെ ആർക്കിടെക്ചർ ഒക്കെ ബിൽഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ, അടിപൊളിയായിട്ട്. പിന്നെ ഒരു ജിം മാനേജ്മെന്റോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ബേസിക് സാധനം നിങ്ങൾ ചെയ്ത വർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ റെസ്യൂമേയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെയിറ്റേജ് ഒബ്വിയസ്ലി ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. 4th വൺ, റെസ്യൂമേ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ
നിങ്ങളിപ്പോൾ സാധാരണ ക്യാൻവ പോലത്തെ ടൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ കുറെ ടെംപ്ലേറ്റുകൾ ഫ്രീ റെസ്യൂമേ ബിൽഡർ എന്നൊക്കെ പറഞ്ഞുള്ള റെസ്യൂമേ ടെംപ്ലേറ്റിലൊക്കെ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതും കാട്ടി ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ട്രൈ ടു ക്രിയേറ്റ് ATS ഫ്രണ്ട്ലി റെസ്യൂമേസ്. ATS ഫ്രണ്ട്ലി റെസ്യൂമേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒരു വേർഡ് വെച്ച് സ്വന്തമായിട്ട് വേർഡ് വെച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓറൽസ് യു ക്യാൻ ഓൾസോ ട്രൈ ഓവർലീഫ് ഒരു ഫ്രീ പ്ലാറ്റ്ഫോം ആണ്. അതിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ടെംപ്ലേറ്റ്സ് കിട്ടും. അത് ATS ഫ്രണ്ട്ലി ആണ്. കാര്യം നിങ്ങളിപ്പോൾ ഒരു ഗൂഗിൾ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്താൽ ഒരിക്കലും റിക്രൂട്ടറിന്റെ കയ്യിൽ ആ റെസ്യൂമെ ആദ്യമേ എത്തത്തില്ല. ഇതൊരു ATS ടൂളിന്റെ അകത്ത് പാസ് ചെയ്യും, നിങ്ങൾ അപ്ലൈ ചെയ്യും, ഇതൊരു ATS ടൂളിന്റെ അകത്ത് പാസ്സാവും, എന്നിട്ടാണ് ഇത് റിക്രൂട്ടറിന്റെ കയ്യിൽ എത്തുന്നത്. ഓക്കെ, ഈ ATS ടൂളിൽ നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ജോബ് സ്കിൽസും അവർ കുറച്ച് ജോബ് സ്കിൽസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ ജോബ് സ്കിൽസ് ഒക്കെ നിങ്ങളുടെ റെസ്യൂമേൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ലെയർ കടന്ന് അത് നേരെ റിക്രൂട്ടറിന്റെ കയ്യിൽ എത്തത്തുള്ളൂ. സോ ഒരു ATS ഫ്രണ്ട്ലി ATS റെസ്യൂമെ മസ്റ്റ് ആണ്. നിങ്ങൾക്ക് റെസ്യൂമെ വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. ഞാൻ ഒരു ടെംപ്ലേറ്റ് ഒരു ഡ്രൈവിൽ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ റിപ്ലൈ തരാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ലിങ്ക്ഡിൻ. നിങ്ങൾ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടല്ലോ. നിങ്ങളൊരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ കൊണ്ട് നടക്കുന്ന ഒരാളല്ലേ. നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ് ലിങ്ക്ഡിൻ. നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ കൊണ്ട് നടക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈഫിന് വേണ്ടി ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് ലിങ്ക്ഡിൻ. അവിടെ നിങ്ങൾക്ക് ജോബ് അപ്ലൈ ചെയ്യാം, നിങ്ങൾ ചെയ്യുന്ന ജോലികൾ മീൻസ് നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് ഒക്കെ ഷോക്കേസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ചെയ്യാം. ഏറ്റവും നല്ലൊരു കാര്യമാണ് നെറ്റ്വർക്കിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഗൂഗിളിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ട രീതികൾ എന്നല്ലേ. അത് അവിടെ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്കല്ലേ നല്ലോണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ലിങ്ക്ഡിൻ വഴി ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ട് അവരുടെ അടുത്ത് ഡീറ്റെയിൽസ് ആക്കി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്ന പോലെ വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. സോ നെറ്റ്വർക്കിംഗ് ആണ് ഏറ്റവും വലിയ ഘടകം. അത് നല്ലൊരു സ്കില്ലാണ് നെറ്റ്വർക്കിംഗ്. ട്രൈ ടു ബിൽഡ് നെറ്റ്വർക്കിംഗ്. പിന്നെ നിങ്ങൾക്ക് ജോബ് ഉണ്ട്, ജോബ്സ് ഡയറക്ട്ലി അതിന്റെ ജോബ് ടാബിൽ പോയി ജോബ് അപ്ലൈ ചെയ്യാം. അതും ഒരു ബെനിഫിറ്റ് ആണ്. സോ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ ഈ ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ, ഇനിഷ്യലി നിങ്ങൾക്ക് നല്ല പാടായിരിക്കും. DSA, സിസ്റ്റം ഡിസൈൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇനിഷ്യലി നല്ല ടഫായിരിക്കും. ഇറ്റ് മേ ടേക്ക് സം ടൈം, ഫോർ സം പീപ്പിൾ ഇറ്റ് മേ ടേക്ക് മോർ ടൈം. അത് കുഴപ്പമില്ല. സോ ഗൈസ്, ഇത് ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾ കോൺഫിഡന്റ് ആണ്, നിങ്ങൾ ഇത്രയും ക്ലിയർ ആണ്, എല്ലാം ഓക്കെ ആണെങ്കിൽ യു ഗൈസ് ക്യാൻ ഈസിലി ക്രാക്ക് എനി ബിഗ് ടെക് കമ്പനീസ് വിത്ത് എ ടൈം ഫ്രെയിം ഓഫ് നിങ്ങൾക്ക് എത്ര നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡെയിലി ഒരു 4-5 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഒബ്വിയസ്ലി യു ഗൈസ് ക്യാൻ ക്രാക്ക് ബിഗ് ടെക് കമ്പനീസ് ബൈ 3 to 4 months, 3 to 4 മാസത്തിനുള്ളിൽ സുഖമായിട്ട് ക്രാക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി 2 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ ഈവൻ ദോ നമുക്കൊരു 6-7 മാസം കൊണ്ട് നമുക്ക് സുഖമായിട്ട് DSAയും സിസ്റ്റം ഡിസൈനൊക്കെ സുഖമായിട്ട് പഠിക്കാം. സോ ഗൈസ്, ഇത് നിങ്ങളുടെ ചാനലിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. സോ നിങ്ങൾക്ക് കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഉള്ളവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടാതെ we will be uploading so many videos regarding DSA, means different array questions, different string questions, different list questions, അങ്ങനെ ഓരോ ഇതിന്റെയും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വിത്ത് ആൻസർ. പിന്നെ ഇതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതെല്ലാം പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്